കർത്താവ് യേശു ക്രിസ്തു വളർന്ന് നാസറത്തിൽ തന്നെ അവിടെ കർത്താവിൻ്റെ പബ്ലിക് മിനിസ്ട്രി തുടങ്ങിക്കഴിഞ്ഞിട്ട് കർത്താവ് അവിടെ ചെല്ലുമ്പോഴാണെങ്കിൽ പോലും അവിടെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവരുടെ അവിശ്വാസം നിമിത്തം കർത്താവിന് അവിടെ വീര്യപ്രവൃത്തികൾ ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നു. അപ്പം അവരുടെ അവിശ്വാസം എന്ന് പറയുന്നുണ്ട്, അവങ്കിൽ ഇടറിപ്പോയെന്ന് പറയുന്നുണ്ട്. അപ്പം അവരൊരു മുൻവിധിയോടുകൂടിയാണ് അവരിയ്ക്കുന്നത്. നമ്മുടെ കൂടെ ഉള്ള ഒരാളല്ലേ, ഇവനെവിടുന്നായി, ഞാനും ഒക്കെ എവിടുന്നായി ഇത്രയും പവറും കാര്യങ്ങളും ഒക്കെ. എന്നിട്ട് അവരൊരു പരിഹാസവും പുച്ഛവും അങ്ങനെയുള്ള ഒരു ബഹുമാനം ഇല്ലാത്ത രീതിയിലാണ് അവർ കർത്താവിനെ കണ്ടതും. അത് കാരണം അവിടെ അവർക്ക് ദൈവത്തിൽ നിന്ന് കർത്താവിലൂടെ ഒന്നും ലഭിക്കുന്നില്ല. ഇവിടെ പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒഫൻഡഡ് അറ്റ് ഹിം എന്ന് പറയുമ്പോഴത്തേക്ക് അവങ്കിൽ ഇടറിപ്പോയി ആർക്കെങ്കിലും ഇനി സൗഖ്യം വരണമെങ്കിൽ പോലും ഒരു കാരണവശാലും കർത്താവിൻ്റെ അടുത്ത് കൊണ്ടുവരരുത് എന്നുള്ളൊരു മനോഭാവമായിരുന്നു അവർക്ക്. ആർക്കും സൗഖ്യം കിട്ടാനായിട്ട് ഒരു സാധ്യത പോലും അവർ തടസ്സപ്പെടുത്തുക ചെയ്യുന്നു. അപ്പം അന്ന് ഉണ്ടായിരുന്ന അതേപോലെയുള്ള കാര്യങ്ങൾ ഇന്നും ഉണ്ട്. പല മുൻവിധിയും പല അറിവില്ലായ്മ കാരണം. പിന്നെ നമ്മൾ ആയിരിക്കുന്ന സമൂഹത്തിൽ നമുക്ക് തെറ്റ് ഏത് ശരി ഏത് ബിബ്ലിക്കലി പലപ്പോഴും അറിയാറില്ല. പല ആൾക്കാരും ബൈബിള് വായിക്കുന്നതിനേക്കാളും കൂടുതൽ ബൈബിളിനെ പറ്റിയുള്ള ബുക്സും അല്ലെങ്കിൽ അതിനെ ഇവിടുന്ന് എന്തെങ്കിലും വചനം എടുത്ത് കോട്ട് ചെയ്യുന്ന ആൾക്കാർ പറയുന്ന കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് അവർക്ക് ഒത്തിരിയും തെറ്റായിട്ടുള്ള അറിവുണ്ട്, അറിവില്ലായ്മ തന്നെ ഉണ്ട്. 2 തിമോത്തി 3:5 അവിടെ പറയുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഭക്തിയുടെ വേഷം ധരിച്ച് അതിൻ്റെ ശക്തി ത്യജിക്കുന്ന ആൾക്കാരുണ്ട്. ഭക്തിയുടെ വേഷമേ ഉള്ളൂ, കണ്ടു കഴിഞ്ഞാൽ ഭയങ്കര ഭക്തരാന്ന് പറയും. കാരണം നമുക്ക് അറിയത്തുപോലുമില്ല ഇപ്പൊ എന്തൊരു നല്ല പ്രാർത്ഥന, എന്ത് നല്ല ദൈവഭയവും അങ്ങനെയുള്ള കാര്യങ്ങൾ വേഷം മാത്രമേ ഉള്ളൂ. പക്ഷെ അതിന്റെ ശക്തിയെ ത്യജിക്കുന്നവരായിരിക്കും. അതിന് തൊട്ടു മുമ്പേ പറയുന്നത് പറഞ്ഞാൽ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ദൈവസ്നേഹത്തെക്കാളും കൂടുതൽ ദേ ആർ ലവേഴ്സ് ഓഫ് പ്ലഷേഴ്സ് എന്ന് പറയുന്നുണ്ട്. അവർ ഭോഗപ്രിയരാണ്. മോർ ദാൻ ലവേഴ്സ് ഓഫ് ഗോഡ്, ദേ ആർ ലവേഴ്സ് ഓഫ് പ്ലഷേഴ്സ്. They have a form of godliness, but they deny the power thereof. അവർക്ക് ഭക്തിയുടെ വേഷമുണ്ട്, പക്ഷെ അതിൽ നിന്ന് ഉണ്ടാകുന്ന ശക്തിയെ അവർ ത്യജിച്ച് കളയുന്ന ആൾക്കാരെന്ന് പറയുന്നുണ്ട്. അങ്ങനെയുള്ളവരെ വിട്ടൊഴിയണമെന്നാണ് പറഞ്ഞേക്കുന്നത്. പക്ഷെ പലപ്പോഴും പൊതുവെ നമ്മൾ ജഡപ്രകാരമൊക്കെ ചിന്തിക്കുന്ന ആൾക്കാരാണ് വിശ്വാസ സമൂഹത്തിലാണെങ്കിലും കൂടുതൽ. അപ്പൊ അവർക്ക് എന്ത് സംഭവിക്കുന്നു പറഞ്ഞാൽ അവർ വേഷത്തിന്റെ പുറകെ പോകും. വേഷവും ഭാഷയും പുറമേ ഉള്ള കാര്യങ്ങളുടെ പുറകെ പോവുകയും എന്തോ ആണോ ത്യജിക്കണമെന്ന് പറഞ്ഞത്, അങ്ങനെയുള്ള എന്തോ ആണോ ഒഴിവാക്കണമെന്ന് പറഞ്ഞത് അതിലേക്ക് തന്നെ അവർ പോവുകയും അവർക്ക് വലിയ വലിയ അബദ്ധങ്ങൾ. കാര്യം ഭക്തി അവിടെ ഉണ്ടെന്നുള്ളതേ ഉള്ളൂ, അവിടെ ആത്മീയമായിട്ടുള്ള ശക്തി അവിടെ കാണത്തില്ല. അപ്പൊ അത് കാരണം അവർക്ക് അറിവില്ലായ്മയാണെങ്കിലും കൂടുതലായിരിക്കും, തെറ്റിദ്ധാരണകൾ കൂടുതലായിരിക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഹീലിങ്ങിന്റെ കാര്യമൊക്കെ വരുമ്പോഴാണെങ്കിൽ പോലും അവർ മനസ്സിലാക്കുന്നില്ല ഇത് രോഗശാന്തി എന്ന് പറയുന്ന ഒരു വരവാണ്, ഒരു ആത്മീയ വരവാണ്. അത് സഭയിൽ ചിലർക്ക് ദൈവം കൊടുക്കുന്നതാണ്. അപ്പൊ അത് മറ്റു പല വരങ്ങളുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടെ ഒന്നിച്ച് വർക്ക് ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാവർക്കും ഒരേ വരങ്ങളല്ല, പലർക്കും പല വരങ്ങളുണ്ട്. അപ്പൊ ആ വരങ്ങൾ നമ്മളത് മനസ്സിലാക്കിയിരിക്കണം. ഇപ്പൊ ബൈബിളാണെങ്കിലും ഹീലിംഗ് നോക്കുമ്പോഴത്തേക്ക് ഇപ്പം അമ്മമാര് മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്ന പോലെ വേറെ ആരെങ്കിലും പ്രാർത്ഥിച്ച് ശരിയാവുമെന്ന് പറഞ്ഞ് അവര് ദൈവദാസന്റെ അടുത്തോ അല്ലെ ദൈവപുരുഷന്റെ അടുത്ത് പോകാതിരിക്കുകയല്ല ചെയ്യുന്നത്. ഇപ്പൊ കുഞ്ഞുങ്ങൾ മരിച്ചിട്ട് പോലും അവര് ദൈവപുരുഷന്റെ അടുത്ത് പോകുന്നുണ്ട്. ഏലിയാവിന്റെ കാലത്താണെങ്കിലും എലീശയുടെ കാലത്താണെങ്കിലും അങ്ങനെ ചെയ്യുന്നുണ്ട്. ആദ്യത്തെ രോഗസൗഖ്യത്തിന്റെ പ്രാർത്ഥനയാണെങ്കിൽ പോലും ദൈവം തന്നെ ഒരു വിജാതീയനായിട്ടുള്ള രാജാവിനോട് പറയാ, വീട്ടിൽ ഉണ്ടായ ഒരു പ്രശ്നത്തിന് എബ്രഹാമിനോട് പറയാനാ പറയുന്നത്. എബ്രഹാം പ്രാർത്ഥിക്കട്ടെ, അന്നേരം ആ ശാപം മാറുമെന്നാ പറയുന്നത്. അവിടെ ഒരു ശിക്ഷാവിധിയിലോട്ട് പോകുന്നതിന് ആ സമയത്ത് ആ രാജാവിനോട് ദൈവം പറയാണ്, നീ എബ്രഹാമിനോട് പറയാ, അവനൊരു പ്രവാചകന്, അവൻ പ്രാർത്ഥിക്കും. അങ്ങനെ എബ്രഹാം പ്രാർത്ഥിക്കുന്ന ആദ്യത്തെ രോഗസൗഖ്യ പ്രാർത്ഥനയാന്ന് ഓർക്കണം. അവിടെ രാജാവ് അങ്ങ് ബാക്കിയുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ പോരെ, രാജാവും കൂടാണ്, യാഗങ്ങളും എല്ലാം കഴിച്ചാൽ പോരെ. ഇതൊന്നും അല്ല. അവിടെ ദൈവം പറയാണ് അവനോട് പറ, അവൻ പ്രാർത്ഥിക്കും.
എന്നുള്ള രീതിയിൽ പറയാം. അപ്പം അത് കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും കർത്താവിന്റെ കാലത്താണേലും അതിനു മുമ്പുള്ള പ്രവാചകന്മാരുടെ കാലത്താണെങ്കിലും എല്ലാം വലിയ രാജാക്കന്മാർ പോലും അവര് ദൈവപുരുഷന്മാരുടെ അടുത്ത് അല്ലെങ്കിൽ പ്രവാചകരുടെ പ്രോഫറ്റസ് അങ്ങനെയുള്ള ആൾക്കാരുടെ അടുത്താണ് അവർ പോകുന്നത്. ഒരു സൊല്യൂഷനായിട്ട് പോകുന്ന ഒരു പ്രോബ്ലം വരുമ്പോഴത്തേക്ക് ഒരു സൊല്യൂഷൻ സീക്ക് ചെയ്യുന്ന ആർ ദെയർ എനി മെൻ ഓഫ് ഗോഡ് ഹിയർ, പ്രോഫറ്റ്സ് ഓഫ് ഗോഡ് ഹിയർ, യഹോവ ഇവിടെ ഉണ്ടോ എന്നുള്ള രീതിയിലാണ് ഏറ്റവും നല്ല നല്ല കിങ്സ് എന്നൊക്കെ പറയുന്ന ഹോളി ആയിട്ടുള്ള കിങ്സ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ പോലും ദേ സീക്ക് ദ കൗൺസിൽ ഓഫ് ഗോഡ്. ഡേവിഡ് ആണെങ്കിൽ പോലും, ഡേവിഡ് ഹിംസെൽഫ്, ഡേവിഡ് തന്നെ ഒരു പ്രവാചകനാണ്, എന്നിട്ട് പോലും പുള്ളി രാജാവായിട്ടിരിക്കെ പുള്ളി ഗാദ് എന്നുള്ള പ്രോഫറ്റ് ഉണ്ട്, നെയ്ത്തൻ എന്നുള്ള പ്രോഫറ്റ് ഉണ്ട്, ഇവരുടെ എല്ലാവരുടെയും ആലോചന ഡേവിഡ് ചോദിക്കുന്നുണ്ട്. അത് കഴിഞ്ഞിട്ടുള്ള രാജാക്കന്മാരുടെ എല്ലാം കാര്യം വരുമ്പോഴത്തേക്ക് ഇവൻ കഴിഞ്ഞ ദിവസം നമ്മൾ നാമാന്റെയും ഒരു സിറിയനാണ്, ഇസ്രായേലായിട്ട് പോലുമല്ല, ഒരു സിറിയനാണ് നാമാന്റെ കിങ് ബെൻഹദാദ്, ഇവരെല്ലാവരും തന്നെ എലീശയുടെ അടുത്താണ് ഹീലിങ്ങിനായിട്ട് വരുന്നത്. അല്ലാതെ അവരുടെ വീട്ടുകാരെ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അവിടെ വിടുതൽ കിട്ടുക ഇങ്ങനെയല്ല അത് അവിടെ നടക്കുന്നത്. ഈ ഒരു ഏരിയ പലപ്പോഴും ആൾക്കാർ മനസ്സിലാക്കുന്നില്ല. അവര് ലഭിക്കേണ്ടെന്ന കാര്യം ഇപ്പൊ ജയറസിന്റെ വീട്ടിലാണെങ്കിൽ പോലും ജയറസിന്റെ വീട്ടുകാരാണ് ഏറ്റവും ആ കുഞ്ഞ് സുഖം ആകാതിരിക്കാനും അവര് ഒരു കാരണവശാലും കർത്താവിൻ്റെ അടുത്ത് അവർ പോകുന്നില്ല. കർത്താവിനെ ഒരു ഗുരുവായിട്ട് മാത്രമേ അവർ കാണുന്നുള്ളൂ. ഇനി കുഞ്ഞ് മരിച്ചു കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ജയറസിന്റെ ഉള്ളിൽ പോലും ആ ഒരു ഫൈനൽ ഇത്രേ ഉള്ളൂ, ഇതിന്റെ അപ്പുറത്തൊന്നും ഒന്നുമില്ല, അവിടെ ഒരു തടസ്സം ഉണ്ടാക്കുക, ഒരു ഡൗട്ട് ഉണ്ടാക്കുക, അത് ജയറസിന്റെ വീട്ടുകാരാ ചെയ്യുന്നത്. അപ്പൊ എഗെയിൻ അവരെല്ലാം പള്ളിക്കാരും പ്രാർത്ഥനക്കാരും ഒക്കെയാണ്. പക്ഷെ അവർ പോലും അറിയാതെ അവർ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അവിടെ കുഞ്ഞ് ഉയർപ്പിക്കേണ്ട ആ കുഞ്ഞിനെ അവര് അത് ഫൈനലൈസ് ചെയ്യിപ്പിക്കുക, മരിക്കാനായിട്ട് ഒരു കാരണവശാലും ഇത് സുഖപ്പെടില്ല, ഒരു കാരണവശാലും ഉയർപ്പിക്കരുത്, ഇതൊന്നും അവർ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നതല്ല. അത് സൈറ്റൻ അവരെ ഉപയോഗിക്കുന്നുണ്ട്, അവരുടെ അറിവില്ലായ്മ കാരണം, പിന്നെ അവരുടെ മുൻവിധി കാരണം. അവരെന്ത് ചെയ്താലും കർത്താവിനെ യേശുവിനെ കർത്താവായിട്ട് അവർ അംഗീകരിക്കുന്നില്ല. ഒരു ഗുരു അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. രോഗസൗഖ്യം പോലും അവർ വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇവിടെ എല്ലാം തന്നെ അവർ തടസ്സപ്പെടുത്തുക ചെയ്യും. അപ്പം എഗെയിൻ ഇത് നേരത്തെ പറഞ്ഞ പോലെ ഭക്തിയുടെ വേഷം മാത്രം ഉള്ളെടുത്ത് അവര് ഭോഗപ്രിയരായിട്ടുള്ള ആൾക്കാർ, പ്ലഷർ സീക്കേഴ്സ്, പല സമൂഹത്തിലും പല കൂട്ടായ്മകളിലും ഇപ്പം കൂടുതലും ശരിക്കും പറഞ്ഞാൽ എന്റർടൈൻമെന്റ് മാത്രമാണ്. അത് പ്ലഷർ സീക്കിംഗ് ആണ്. അവിടെ ദൈവത്തെ അല്ല മാറ്റപ്പെടുത്തുന്നത്. അവിടെ ആത്മീയ വരങ്ങൾ എന്നുള്ളത് അവിടെ സീറോയാണ്. ഗിഫ്റ്റ്സ് ഓഫ് ദ സ്പിരിറ്റ് എന്നുള്ളത് സീറോയാണ്. 1 കൊരിന്ത്യർ 12 പറയുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, സഹോദരന്മാരെ, ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് അറിവില്ലാതിരിക്കരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. Now concerning spiritual gifts, brethren, I would not have you ignorant എന്ന്. ആത്മീയ വരങ്ങളെ കുറിച്ച് നിങ്ങൾ അറിവില്ലാതിരിക്കരുത്. എന്നിട്ട് അതിലുള്ള ലിസ്റ്റിലുള്ളതാണ് ഒരു കാര്യം പറയുന്നത്, രോഗശാന്തിയുടെ വരവാ പറയുന്നത്. അത് ദൈവം അപ്പോയിന്റ് ചെയ്ത് കൊടുക്കുന്ന ഒരു പൊസിഷനാണ്, ഒരു ഗിഫ്റ്റാണ്. ദൈവം കൊടുക്കുന്ന എന്തിനു വേണ്ടിയിട്ട്? ആ സഭയിലുള്ള എല്ലാവർക്കും അത് പൊതു പ്രയോജനത്തിനായിട്ട് കൊടുത്തേക്കുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിവില്ലാതിരിക്കരുതെന്നാണ് പറയുന്നത്. എല്ലാവർക്കും രോഗശാന്തി വരവുണ്ടോ? എല്ലാവരും വീര്യപ്രവർത്തികൾ ചെയ്യുന്നുണ്ടോ? എല്ലാവരും അപ്പോസ്തലന്മാരാണോ? അല്ല. ഓരോരുത്തർക്കും ഓരോ ഗിഫ്റ്റ്സും മിനിസ്ട്രേഷൻസും ആണ് കൊടുത്തേക്കുന്നത്. ഇതെല്ലാം തന്നെ ദൈവം ഓർഡർ ചെയ്ത് കൊടുക്കുന്നത്. അപ്പൊ ഇത് അവിടെ എല്ലാം തന്നെ ഡിവിഷൻ ഉണ്ടാക്കുന്ന ആരാ? സൈറ്റനാണ്. ഇപ്പൊ തന്നെ ജയറസിന്റെ കാര്യം പറഞ്ഞ പോലെ ഒരു കാരണവശാലും യേശുവിന്റെ അടുത്ത് സൗഖ്യത്തിനായിട്ട് പോകാതിരിക്കാൻ വീട്ടുകാർ തന്നെ, പള്ളിക്കാർ തന്നെ അതിന് തടസ്സം നിൽക്കുക. ഇന്നും അതിന് മാറ്റങ്ങളൊന്നുമില്ല. പറഞ്ഞു വന്നെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഹീലിംഗ് കിട്ടുന്നതെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. അപ്പം ജയറസിന്റെ കേസിലാണെങ്കിൽ കുഞ്ഞിന് അസുഖം വന്നു, അത് ദൈവം തന്നാണെങ്കിൽ എന്തിനാ അത് ഹീലിങ്ങിന് വേണ്ടിയിട്ട് അപേക്ഷിക്കേണ്ട കാര്യമല്ല. അവിടെ സൈറ്റനാണ് അവിടെ ഒരു സിക്നസ് ഉണ്ടാക്കിയെങ്കിൽ അവിടെ അതിന്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ദൈവം അയക്കുന്ന ഒരാളിലൂടെ ആയിരിക്കണം. ഈ ഒരു രീതിയിലാണ് അവർ വർക്ക് ചെയ്തിട്ടുള്ളത്. അല്ലാതെ അവർ ദൈവം തന്നു, ദൈവം എടുത്തു, ഈ രീതിയിൽ അറിവില്ലായ്മ കൊണ്ട് പറയുമല്ല. അവിടെ അവരുടെ അസുഖം വന്ന് മരിച്ചിട്ട് പോലും അവര് ദൈവപുരുഷനെ അവർ അന്വേഷിക്കുക ചെയ്യുന്ന കാര്യം. മരിച്ചതിൽ നിന്നാണെങ്കിൽ പോലും ദൈവത്തിന് ഉയർപ്പിക്കാനും പറ്റും. ഇത് ദൈവമല്ല ഇതിന് കാരണം. ഈ ഒരു അസുഖം വന്നാണെങ്കിൽ കൊള്ളാം, മരിച്ചാണെങ്കിൽ കൊള്ളാം, ഇത് ദൈവമല്ല സോഴ്സ്. പക്ഷെ ദൈവമാണ് സൊല്യൂഷൻ എന്നുള്ളതും ദൈവത്തിന്റെ സൊല്യൂഷൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നുള്ളതും അങ്ങനെയുള്ളവർക്ക് അറിയായിരുന്നു. അപ്പോൾ മേരി മാർത്തയാണെങ്കിൽ പോലും
കർത്താവ് സ്നേഹിക്കുന്ന ലാസറസിന് സുഖമില്ലെന്നാണ് പറഞ്ഞു. അപ്പം കർത്താവ് സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ അവിടെ അസുഖമരായിരുന്നില്ല, മരിക്കാതെ വരുന്നില്ല. പക്ഷെ അവർ എന്തോ അതിൻ്റെ സൊല്യൂഷൻ എന്ന് പറയുന്നത് ജീസസാണ്. അവർ ജീസസിനെയാണ് അന്വേഷിക്കുന്നത്. ജീസസ് വരുമ്പോഴത്തേക്ക് പരസ്യമായിട്ട് അവർ ജീസസ് ക്രൈസ്റ്റ് ആണെന്നുള്ള രീതിയിൽ അവർ അക്സെപ്റ്റ് ചെയ്യുമ്പോഴത്തേക്ക് അവർ പോലും എക്സ്പെക്ട് ചെയ്യുന്നതിൻ്റെ അപ്പുറമായിട്ട് ഡീകമ്പോസ് ചെയ്തൊരു ബോഡി, 4 ദിവസം അടക്കം ചെയ്തൊരു ബോഡി, അത് കർത്താവ് ഉയർപ്പിക്കുക ചെയ്യും. കർത്താവിൻ്റെ ഏറ്റവും വലിയ മിറക്കിൾസിൽ ഒരെണ്ണം. പക്ഷേ എഗെയിൻ അവിടെ ഈ ഒരു പാറ്റേൺ ഉണ്ട്, ഈ ഒരു സിസ്റ്റം ഉണ്ട്. അല്ലാതെ അവർ വീട്ടിൽ നിന്ന് പ്രാർത്ഥിക്കുക മാത്രമല്ല ചെയ്തത്. അവരെങ്ങനെയാണോ, ആരിലൂടെയാണോ ദൈവം ആ ടൈമിൽ വർക്ക് ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെ ഒരാളെ അന്വേഷിക്കുകയും അങ്ങനെ ഒരാളെ കൊണ്ടുവരികയും മെസ്സഞ്ചർ വഴി അപേക്ഷിക്കുകയൊക്കെ ചെയ്തു. എന്നിട്ട് പരസ്യമായിട്ട് ജൈറസ് ആണെങ്കിലും പരസ്യമായിട്ട് അത് പറയും, പരസ്യമായിട്ട് അത് സാക്ഷ്യപ്പെടുത്തുക ചെയ്യുന്നു. അവിടെ അത്ഭുതങ്ങൾ നടക്കും. അബദ്ധങ്ങൾ പറ്റരുത്, ഇതിൽ അറിവില്ലായ്മയിൽ പോകരുത്. ആത്മീയ വരങ്ങളെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. 1 കൊരിന്ത്യർ 12 അത് മുഴുവനും ഒന്ന് ശ്രദ്ധയോടെ എടുത്ത് വായിക്കുക. രോഗശാന്തി വരം എന്നുള്ളത് അവിടെ വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യം. ഇത് തന്നെയാണ് പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും എല്ലാം. സഭയിലെ മൂപ്പന്മാരെയൊക്കെ വിളിക്കാൻ പറയുമ്പോഴൊക്കെ ഈ ഒരു പ്രിൻസിപ്പിൾ വെച്ചുകൊണ്ടായി പറയാം. അല്ലാതെ വെറുതെ ഇത് തമാശയായിട്ട് കാണിക്കുന്ന ഒരു കാര്യമല്ല. നമ്മൾ ഫിസിക്കലായിട്ട് ഡോക്ടേഴ്സിനെ നമ്മൾ സീക്ക് ചെയ്യും. നമ്മൾ തന്നെ സ്വയം ചികിത്സയാണെങ്കിൽ കൊള്ളാം, അല്ലെ നമുക്ക് ഇഷ്ടമുള്ളവരോട് നമുക്ക് ഇഷ്ടമുള്ള പോലെ ചികിത്സിക്കുന്ന ആ രീതി അല്ല നമ്മൾ ചെയ്യുന്നത്. നമ്മൾ ഏറ്റവും ബെസ്റ്റായിട്ടുള്ള പ്രൊഫഷണലെ നമ്മൾ സീക്ക് ചെയ്യും. എന്ന് പറഞ്ഞ പോലെ തന്നെ ആത്മീയ തലത്തിലാണെങ്കിലും ഓരോ ഗിഫ്റ്റ്സിനെ പറ്റിയും നമുക്ക് അറിവുണ്ടായിരിക്കണം. ആ ഗിഫ്റ്റ്സ് നമുക്ക് ആവശ്യമുള്ളത്, അത് പൊതു പ്രയോജനത്തിനായിട്ടുള്ളൊരു കാര്യം, അത് പ്രോഫിറ്റബിൾ ആണ്. അതല്ലെങ്കിൽ നമുക്ക് ലോസ് ആണ് ഉണ്ടാകുക. പ്രോഫിറ്റബിൾ ആകാൻ നമ്മളിത് അറിഞ്ഞിരിക്കണം. നമ്മളത് അറിഞ്ഞിരിക്കണം. ആ വരങ്ങൾ ആർക്കാണെന്നുള്ളത് വിവേചിച്ചറിയണം. അത് സ്വീകരിക്കാൻ നമ്മൾ എളിമയോടെ താഴ്മയോടെ നമ്മൾ സ്വീകരിക്കുകയും ചെയ്യാം. ഒത്തിരി അനുഗ്രഹങ്ങളുണ്ടാകട്ടെ. താങ്ക് യു.